നമസ്കാരം. ഈ മാസം ആദ്യ വാരത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസിൻ്റെ ഉന്നത നേതാവായ മർവാൻ ഇസ തന്നെയാണെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. നേരത്തെ അമേരിക്കയും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. എങ്കിലും ഒരുപക്ഷെ ഇയാളുടെ മൃതദേഹവും DNA പരിശോധനയൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കാം ഇസ്രായേൽ ഇക്കാര്യത്തിലൊരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാർച്ച് 10 തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുതിർന്ന ഹമാസിൻ്റെ നേതാവ് മർവാൻ ഇസ തന്നെയാണ് എന്ന് ഇസ്രായേൽ സൈന്യം അതിൻ്റെ വക്താക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മർവാൻ ഇസ ഗാസയിലെ ഹമാസ് നേതാക്കളിലെ മൂന്നാമനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രധാനമായും ഇയാൾ ആക്രമണം നടത്തുന്നതിൻ്റെയും ബോംബാക്രമണത്തിൻ്റെയും അതുപോലെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ കാര്യങ്ങളിൽ ഏകോപനം നടത്തുന്ന ഹമാസിൻ്റെ നേതാവാണ്. യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണനയില്ലാത്ത അങ്ങേറ്റം ക്രൂരനായ ഒരു തീവ്രവാദ നേതാവായിട്ടാണ് ഈ മർവാൻ ഇസ അറിയപ്പെടുന്നത്. ഈ മാസം 10 ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഇയാൾ മാത്രമല്ല കൊല്ലപ്പെട്ടത്, ഗാസി അബു താമ എന്ന മറ്റൊരു മുതിർന്ന ഹമാസ് നേതാവും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൻ്റെയും കൊലപാതകങ്ങളുടെയും എല്ലാം സൂത്രധാരൻ ഈ ഇസയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ പിടികൂടുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യം സർവ്വശക്തിയും ഉപയോഗിച്ച് പോരാടിയത്. പക്ഷേ ഗാസയിലെ മറ്റ് പല നേതാക്കളും, യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തെ അമ്പരപ്പിക്കുന്നത്. മാസങ്ങളോളം യുദ്ധം ചെയ്തിട്ടും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങേയറ്റം നിരാശാജനകമായൊരു കാര്യമാണ്. പക്ഷേ യാഹ്യ സിൻവറിനെ നേരിട്ട് കണ്ടിട്ടുള്ള അധികം ആളുകളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ ഒരുപക്ഷെ ഗാസയിലെ ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാകും എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതുന്നത്. അവർക്കിടയിൽ നിന്ന് ഇയാളെ പെട്ടെന്ന് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. കാരണം ഇയാൾ അങ്ങനെ അസാമാന്യമായ രൂപഭംഗി എന്നുള്ള ഒരാളുടെ വളരെ സാധാരണക്കാരൻ്റെ ഒരു ലുക്കുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ പെട്ടെന്ന് കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നേരത്തെ ഇയാളും കുടുംബവും ഹമാസ് നിർമ്മിച്ച ഭൂഗർഭ തുരങ്കത്തിലൂടെ രക്ഷപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിടുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ട മർവാൻ ഇസയെ ഷാഡോ മാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം ഇയാൾ എവിടെ എപ്പോൾ ഏത് നേരത്ത് പ്രത്യക്ഷപ്പെടും മറയും എന്നുള്ളത് ആർക്കും പറയാൻ കഴിയുകയില്ലായിരുന്നു എന്നുള്ളതാണ് ഇയാളുടെ ഒരു രീതി. ഇയാളുടെ ആക്രമണമാകട്ടെ അതിന് ഇയാളുടെ സാന്നിധ്യമാകട്ടെ അതൊക്കെ തന്നെ തീർത്തും അപ്രതീക്ഷിതമായിരിക്കും ഇയാളുടെ എല്ലാ നീക്കങ്ങളും എന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ ഏതായാലും നിഴൽ മനുഷ്യൻ എന്ന് തന്നെ അറിയപ്പെടുന്ന, കാരണം സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുന്നതിലും ആക്രമണം നടത്തുന്നതിലുമൊക്കെ അതിവിദഗ്ധനായ ഒരു ഹമാസ് തീവ്രവാദിയെ കൂടി കൊലപ്പെടുത്തിയോടെ ഇസ്രായേൽ സൈന്യത്തിന് കൂടുതൽ ഇപ്പോൾ ആത്മവിശ്വാസം കൈവന്നിരിക്കുകയാണ്.